ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കാനുള്ളത് ഫിസിക്സിലെ പ്രകാശം എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. എൻ്റെ കൂടെ നിങ്ങളും പഠിച്ചു പോവുക. അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതി വെച്ചേക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിയിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താ? ഒപ്റ്റിക്സ് അല്ലെ. പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല? മാധ്യമം ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ലോക പ്രകാശ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മെയ് 16-നാണ്. ലോക പ്രകാശ ദിനം മെയ് 16-ന്. ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ച വ്യക്തി ഐസക് ന്യൂട്ടൺ ആണ്. ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശ വേഗത ഏറ്റവും കൂടിയ അവസ്ഥയാണ് വാതകം. പ്രകാശ വേഗത ഏറ്റവും കൂടിയ അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? വാതകം. ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇനി പ്രകാശ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ ശൂന്യത അല്ലെങ്കിൽ വായു. നമ്മളോട് ചോദിക്കുകയാണ് പ്രകാശ വേഗത ഏറ്റവും കൂടിയ അവസ്ഥ ചോദിച്ചാൽ അത് വാതകമാണ്. പ്രകാശ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ചോദിച്ചാൽ ശൂന്യത അല്ലെങ്കിൽ വായുവിലാണ്. പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ അവസ്ഥ അത് ഖരമാണ്. പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ചോദിച്ചാൽ അത് ഏതെന്ന് പറയണം? വജ്രമാണെന്ന് പറയണം. ഓക്കെ ആണല്ലോ. ഇനി മാധ്യമവും അതിൻ്റെ പ്രകാശവേഗവും ഓക്കെ നോക്കാം നമുക്ക്. വായു അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശവേഗം എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വായു അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശവേഗം എന്ന് പറയുന്നത്. എന്നാൽ ജലത്തിൽ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതിലേറെ കുറച്ച് കുറവ്. ഇനി ഗ്ലാസ്സിലാകുമ്പോഴോ 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. പിന്നെ വജ്രത്തിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ നമുക്കത് എങ്ങനെ പഠിക്കാം? അത് കുറഞ്ഞു വരുന്നല്ലേ. കൂടിയത് വായു അല്ലെങ്കിൽ ശൂന്യതയിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പിന്നെ അതെന്തായി 2.25 ആയി × 10⁸ മീറ്റർ/സെക്കൻഡ്. ഏതില്? ജലത്തില്. ഗ്ലാസ്സിലാകുമ്പം എന്താണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓർഡർ കറക്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി എന്താണ്? വജ്രത്തിലാകുമ്പോൾ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കുക. വായു, ജലം, ഗ്ലാസ്, വജ്രം. പ്രകാശം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണികകളാണ് ഫോട്ടോൺ. എന്താ അറിയപ്പെടുന്നത്? പ്രകാശം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണികകൾ ഫോട്ടോൺ. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത കൂടിയ കണികകളാണ് ടാക്കിയോണുകൾ എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടെത്തിയ വ്യക്തി ECG സുദർശനാണ്. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത കൂടിയ കണികകളാണ് ടാക്കിയോണുകൾ. കണ്ടെത്തിയത് ECG സുദർശനൻ. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത കൂടിയ വികിരണങ്ങൾ. ഓക്കെ, അപ്പോൾ പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത കൂടിയ വികിരണങ്ങൾ ചോദിച്ചാൽ അത് കോസ്മിക് വികിരണങ്ങളാണ്. ഇനി പ്രകാശ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമത്തിന്റെ കഴിവിനെ നമുക്ക് എന്ത് പറയാം? അതിനെയാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. എന്താണ്? പ്രകാശ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമത്തിന്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ പ്രകാശം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണികകളെ നമുക്ക് എന്ത് പറയാം? ഫോട്ടോൺ എന്ന് പറയാം. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത കൂടിയ കണികകളാണ് ടാക്കിയോണുകൾ. ഇത് കണ്ടെത്തിയ വ്യക്തി ചോദിച്ചാൽ ECG സുദർശനനാണ്. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത കൂടിയ വികിരണങ്ങൾ ചോദിച്ചാൽ അത് കോസ്മിക് വികിരണങ്ങളാണ്. പ്രകാശ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമത്തിന്റെ കഴിവിനെ എന്ത് പറയാം? പ്രകാശിക സാന്ദ്രത എന്ന് പറയാം അല്ലെ. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശ വേഗം എന്താ ചെയ്യുക? അത് കുറയാണ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശവേഗം കുറയും. അങ്ങനെയെങ്കിൽ പ്രകാശിക സാന്ദ്രത
കൂടിയ മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ അത് വജ്രമാണ്. അപ്പൊ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, പ്രകാശവേഗം അവിടെ കുറവാണ്. എത്രയാണ് നമ്മൾ പറഞ്ഞത്? വജ്രം 1.25 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം അപ്പൊ ഏതായിരിക്കും? വായു ആയിരിക്കും അല്ലെ. അവിടെ പ്രകാശവേഗം എന്ത് ചെയ്യും? കൂടും. ഇനി പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ എന്നും പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ വസ്തുക്കൾ എന്നും പറയുന്നു. ഗ്ലാസ്, വായു, ജലം ഇതൊക്കെ എന്താണ്? സുതാര്യ വസ്തുക്കളാണ്. ഇനി പ്ലാസ്റ്റിക്, തടി, റബ്ബർ അതിലൂടെയൊക്കെ പ്രകാശം കടന്നു പോവോ? ഇല്ല. അപ്പൊ അതെന്താണ്? അതാര്യ വസ്തുക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. സുതാര്യ വസ്തുക്കൾക്ക് എന്താ പറയുക? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്നും ഒപ്പാക് ഒബ്ജക്റ്റ് എന്ന് അതാര്യ വസ്തുക്കൾക്കും പറയും. ഇനി പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്. ഈ ബട്ടർ പേപ്പർ, അതുപോലെ ടിഷ്യൂ പേപ്പർ ഇതിലൂടെയൊക്കെ പ്രകാശം ഭാഗികമായിട്ടാണ് കടന്നു പോവുക. ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അർദ്ധതാര്യ വസ്തുക്കൾ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പ്രകാശ വേഗത ആദ്യമായി കണ്ടെത്തിയ വ്യക്തി അത് റോമറാണ്. പ്രകാശ വേഗത ആദ്യമായിട്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, പ്രകാശം ഇവിടെ തന്നെ പഠിച്ചു പോയിക്കോ, പിന്നെ വീണ്ടും എന്താ ഇതിനായിട്ട് സമയം കളയാനായിട്ട് നിൽക്കണ്ട. ഇപ്പൊ തന്നെ പഠിച്ചു പോയാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും. കാരണം എക്സാം ആയിട്ട് തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രകാശ വേഗത ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരാ? അത് റോമറാണ്. പ്രകാശ വേഗത കൃത്യമായി കണ്ടെത്തിയ വ്യക്തി ആൽബർട്ട് മൈക്കിൾസൺ ആണ്. മാറിപ്പോവരുതേ. പ്രകാശ വേഗത ആദ്യമായിട്ട് കണ്ടെത്തിയത് റോമർ ആണെങ്കിൽ പ്രകാശ വേഗത കൃത്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി അങ്ങനെ ചോദിച്ചാൽ അത് ആൽബർട്ട് മൈക്കിൾസൺ ആണ്. ആൽബർട്ട് മൈക്കിൾസൺ. പ്രകാശത്തിന്റെ വ്യത്യസ്ത അവസ്ഥകളിൽ കൂടിയുള്ള വേഗതയുടെ അവരോഹണ ക്രമത്തിൽ ചിട്ടപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അവരോഹണ ക്രമത്തിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് PYQ ആണ്. അവരോഹണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഹണം പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടില്ലേ? അവരോഹണം പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പോൾ പ്രകാശത്തിന്റെ വ്യത്യസ്ത അവസ്ഥകളിൽ കൂടിയുള്ള വേഗതയുടെ അവരോഹണം പറഞ്ഞാൽ വേഗത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ വാതകം ആദ്യം, പിന്നെ ദ്രാവകം, ഖരം. ഓക്കെ, വാതകത്തിലാണ് പ്രകാശവേഗം കൂടുതൽ, അത് കഴിഞ്ഞിട്ട് ദ്രാവകം, പിന്നെ ഖരം. ആരോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വലുതിന്റെ അടുത്തായിരിക്കും എന്ത്? എന്താ ആരോയുടെ വായ് തുറന്നു നിൽക്കുന്ന ആ ഭാഗം അത് വലുത്. പിന്നെ എന്താ പറയുക, കൂർത്തിരിക്കുന്ന ഭാഗമാണ് ചെറുത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാതകവും ദ്രാവകം എടുത്താൽ വാതകമാണ് കൂടുതൽ, ദ്രാവകത്തിലാണ് എന്ത്? കുറവുള്ളത്. ഓക്കെ, പിന്നെ ഖരം. മനസ്സിലായോ? ഇനി പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കോൾട്ട് ആണ്. പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കോൾട്ട് ആണ്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ഒക്കെ വരാം. പ്രകാശ വേഗത കണ്ടെത്തിയത് റോമറാണ്. പ്രകാശ വേഗത കൃത്യമായിട്ട് കണ്ടെത്തിയത് ആൽബർട്ട് മൈക്കിൾസൺ ആണ്. ഇനി പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് അത് ലിയോൺ ഫുക്കോൾട്ട് ആണ്. പ്രകാശത്തിന് വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടി വ്യത്യസ്ത വേഗതയാണെന്ന് കണ്ടെത്തിയതും ലിയോൺ ഫൂക്കോൾട്ട് ആണ്. ഓക്കെ, ഇനി പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരത്തെയാണ് പ്രകാശവർഷം. പ്രകാശത്തിന്റെ വർഷം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. പ്രകാശം ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ആ വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ, അല്ലെങ്കിൽ ഇങ്ങനെ വരാം 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. ഓക്കെ, മനസ്സിലായോ? മീറ്ററും കിലോമീറ്ററും ആണ്, മാറിപ്പോകരുത്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ, അല്ലെങ്കിൽ 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. അതാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ പ്രകാശവർഷം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ്, അതുപോലെ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരം. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻15 മീറ്റർ, അല്ലെങ്കിൽ 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. ഇനി എന്താ ഈ പാസക് എന്ന് പറയുന്നത്? പാരാലിറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാരാലിറ്റിക് സെക്കൻഡ് എന്നൊക്കെ പറയുന്നത്
ഇത് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ്. മറ്റേ നമ്മൾ എന്താ പറഞ്ഞത്, പ്രകാശവർഷം നക്ഷത്രങ്ങൾ തമ്മിലുള്ള അല്ലെ, ഇത് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പാസക് എന്ന് പറയുന്നത്. ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് എന്നും ഇതിനെ പറയാം. ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് ചോദിച്ചാൽ പാസക് ആണ്. ഒരു പാസക് എന്ന് പറഞ്ഞാൽ എത്ര പ്രകാശവർഷാന്ന് ചോദിച്ചാൽ 3.26 പ്രകാശവർഷം കൂടിയതാണ് ഒരു പാസക് എന്ന് പറയുന്നത്. അപ്പോൾ ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് ആവൂലേ? ആവും അല്ലെ. അപ്പൊ 3.26 പ്രകാശവർഷമാണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം അളക്കുന്ന യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആകുമ്പോൾ എന്താണ്, സൂര്യൻ ഭൂമി ഇവ തമ്മിലുള്ള ശരാശരി ദൂരം അളക്കുന്ന യൂണിറ്റ്. ആരൊക്കെ തമ്മിൽ? നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? 15 കോടി കിലോമീറ്റർ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വിശദീകരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വിശദീകരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. കൃത്യമായിട്ട് എഴുതി വച്ചേക്കുക. കാരണം ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരാനുണ്ട്. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നവർക്ക് ഇതിപ്പോൾ ഒരു റിവിഷൻ ആയിട്ട് തന്നെ ആയിരിക്കും തോന്നുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വിശദീകരിച്ച വ്യക്തി ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. പ്രകാശം എന്താണ്? ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വിശദീകരിച്ച വ്യക്തി ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വിശദീകരിച്ച വ്യക്തി ആരാണ്? ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയ വ്യക്തി അത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വച്ചേക്കുക. ഇനി പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗം. നമ്മൾ പ്രകാശം തരംഗ സ്വഭാവമെന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ ഹൈജീൻസ് ആണെങ്കിൽ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞത് ആരാണ്? അഗസ്റ്റിൻ ഫ്രണലാണ്. അഗസ്റ്റിൻ ഫ്രണലാണ് എന്ത് പറഞ്ഞത്? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞത്. ഇനി കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ഐസക് ന്യൂട്ടൺ ആണ്. കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക് ന്യൂട്ടൺ. കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓരോ യൂണിറ്റുകൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? പ്രകാശവർഷം നക്ഷത്രങ്ങൾ തമ്മിൽ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9.46 × 10⁻15 മീറ്റർ ആണ്, അല്ലെങ്കിൽ 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ആകെ ദൂരമാണ് ഇതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാസക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ്. ദൂരം അളക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ്. ഒരു പാസക് എന്ന് പറഞ്ഞാൽ 3.2 പ്രകാശവർഷം ചേർന്നതാണ്. ഇനി ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് സൂര്യൻ ഭൂമി ഇവ തമ്മിലുള്ള ശരാശരി ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്? 15 കോടി കിലോമീറ്ററിന്. ഇനി പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം വിശദീകരിച്ച വ്യക്തി ആരാണ്? ക്രിസ്ത്യൻ ഹൈജീൻസ്. എന്നാൽ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് പറഞ്ഞത് അത് അഗസ്റ്റിൻ ഫ്രണലാണ്. ഇനി പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അത് ഐസക് ന്യൂട്ടൺ ആണ് എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കാം. ഇനി പ്രകാശ പ്രതിഭാസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പ്രതിഭാസവും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് വെച്ചാൽ ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങൾ ചേർന്നതാണെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണ്. ഈ ദൃശ്യപ്രകാശത്തെ ഘടകവർണ്ണമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രകീർണനം. എന്താണ്? ദൃശ്യപ്രകാശത്തെ ഘടകവർണ്ണമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ഇപ്പൊ ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങൾ പല വർണ്ണങ്ങൾ ചേർന്നതാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ന്യൂട്ടൺ ആണ്. ഏത് പരീക്ഷണത്തിലൂടെ? വർണ്ണപമ്പരം അല്ലെ. എന്ത് പരീക്ഷണം? വർണ്ണപമ്പരം. അതൊന്ന് ഓർത്തു വച്ചേക്കുക. ദൃശ്യപ്രകാശത്തെ ഘടകവർണ്ണമാക്കി മാറ്റുന്ന ഉപകരണത്തെ എന്ത് പറയാം?
പ്രിസം അല്ലെ, ദൃശ്യപ്രകാശത്തെ ഘടകവർണ്ണമാക്കി മാറ്റുന്ന ഉപകരണമാണെന്ന് എന്തെന്ന് പറയുന്നത്, പ്രിസം എന്ന് പറയുന്നത്. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നു. പ്രകീർണന ഫലമായിട്ടുണ്ടാകുന്ന, കണ്ടോ പ്രകീർണന ഇത് കണ്ടല്ലോ, പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നത്. ഈ പ്രകീർണന ഫലമായിട്ടുണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി എന്ന് അറിയപ്പെടുന്നു, വിസിബിൾ സ്പെക്ട്രം എന്നറിയപ്പെടുന്നു. അപ്പൊ മഴവില്ലിന് കാരണം എന്തായിരിക്കും? പ്രകീർണനായിരിക്കും. മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസങ്ങൾ. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ അപവർത്തനം വരുന്നുണ്ട്, അതില് പ്രകീർണനം വരുന്നുണ്ട്, ആന്തരിക പ്രതിപതി, ഇതൊക്കെ ചേർന്നിട്ടാണ് മഴവില്ല് രൂപപ്പെടുന്നത്. അവിടെ അപവർത്തനം സംഭവിക്കുന്നുണ്ട്, പ്രകീർണനം സംഭവിക്കുന്നുണ്ട്, ആന്തരിക പ്രതിപതനവും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മഴവില്ല് ഉണ്ടാക്കണമെങ്കിൽ സൂര്യപ്രകാശവും മഴയും വേണം. സൂര്യപ്രകാശം വേണം, അതോടൊപ്പം മഴയും വേണം. സൂര്യൻ എവിടെയാണോ അതിന്റെ വിപരീത ദിശയിലാണ് ഈ മഴവില്ല് ഉണ്ടാവുക. ഓക്കെ, സൂര്യൻ എവിടെയാണോ ഉള്ളത് ആ സമയത്ത് അതിന്റെ വിപരീത ദിശയിലായിരിക്കും മഴവില്ല് ഉണ്ടാകുന്നത്. ഇനി മഴവില്ലിലെ ജലബാഷ്പത്തിനുള്ളിൽ 2 തവണ അപവർത്തനം നടക്കുന്നുണ്ട്. ജലബാഷ്പം എടുത്താൽ അതിൽ 2 തവണ അപവർത്തനം എവിടെ നടക്കുന്നുണ്ട്? മഴവില്ലിന്റെ ജലബാഷ്പത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. മഴവില്ലിലെ ജലബാഷ്പത്തിനുള്ളിൽ എത്ര തവണ അപവർത്തനം നടക്കുന്നു എന്ന് ചോദിച്ചാൽ 2 തവണ. മഴവില്ലിൽ നടക്കുന്ന ആദ്യ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അത് അപവർത്തനാണ്. നമ്മൾ പറഞ്ഞു അപവർത്തനം, പ്രകീർണനം, ആന്തരിക പ്രതിപതനം നടക്കുന്നുണ്ട്. അപ്പൊ മഴവില്ലിൽ നടക്കുന്ന ആദ്യ പ്രതിഭാസം ചോദിച്ചാൽ അപവർത്തനവും, ഇനി മഴവില്ലിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രതിഭാസം ചോദിച്ചാൽ അത് പ്രകീർണനവുമാണ്. മഴവില്ലിൽ നടക്കുന്ന മൂന്നാമത്തെ പ്രതിഭാസം അപ്പൊ എന്തായിരിക്കും? ആന്തരിക പ്രതിപതനം. കാഴ്ചക്കാരനെയും മഴവില്ലിന്റെ കേന്ദ്രത്തെയും ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദൃഷ്ടിരേഖ. ഒരു കാഴ്ചക്കാരൻ അതുപോലെ മഴവില്ലിന്റെ കേന്ദ്രം അതിനെയും ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയെ നമുക്ക് എന്ത് പറയാം? ദൃഷ്ടിരേഖ എന്ന് പറയാം. ഇനി മഴവില്ലിന്റെ ആകൃതി എന്താണ്? എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും, അർദ്ധവൃത്താകൃതി അല്ലെ. അർദ്ധവൃത്താകൃതിയാണ് മഴവില്ലിന്റെ ആകൃതി. മഴവില്ലിലെ നിറങ്ങൾ എത്രയാണ്? 7. മഴവില്ലിൽ ഏറ്റവും മുകളിലായുള്ള നിറം ചുവപ്പ്. ചുവപ്പ് കാണുന്ന കോണളവ് PYQ ആണ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായുള്ള നിറം ചുവപ്പാണ്. ചുവപ്പ് കാണുന്ന കോണളവ് 42.7 ഡിഗ്രിയാണ്. 42.7 ഡിഗ്രിയാണ് ചുവപ്പ് കാണുന്ന കോണളവ്. ഇനി മഴവില്ലിൽ ഏറ്റവും താഴെയായിട്ട് ഏതാണ്? വയലറ്റ് ആണ് അല്ലെ. നമുക്കറിയാം ഇതൊക്കെ വിബ്ജിയോർ അല്ലെ, വിബ്ജിയോർ. അപ്പൊ താഴെ വയലറ്റ്, മേലെ ചുവപ്പ്. മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന നിറം വയലറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോ വയലറ്റ് കാണപ്പെടുന്ന കോണളവ് ചോദിച്ചാൽ 40.8 ഡിഗ്രിയാണ്. 42.7 ഏതായിരുന്നു? ചുവപ്പ്. ഇനി എന്താണ് വയലറ്റ് കാണപ്പെടുന്ന എന്താണ് ഡിഗ്രി? 40.8 ഡിഗ്രിയാണ്. ഇനി തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം, അപ്പൊ ഏതായിരിക്കും അത്? തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് മുകളിലുള്ളത് ചുമപ്പാണ് അല്ലെ. ഇനി ആവൃത്തി ഏറ്റവും കൂടിയ നിറം, ആവൃത്തി, ഇത് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളതാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ചുമപ്പാണ്, ചുവപ്പ് ട്ടോ. ഇനി ആവൃത്തി ഏറ്റവും കൂടിയ നിറം അത് വയലറ്റ് ആണ്. ഊർജം ഏറ്റവും കൂടിയ നിറം വയലറ്റ് ആണ്. ആവൃത്തി കൂടുതല്, ഊർജം കൂടുതല്, വ്യതിയാനം ഏറ്റവും കൂടിയതും എന്തായിരിക്കും? അതൊക്കെ എന്തായിരിക്കും? വയലറ്റ് ആയിരിക്കും. തരംഗദൈർഘ്യം എവിടെ കുറവാണ്? വയലറ്റിന് കുറവാണ്. അവിടെ വ്യതിയാനം എന്തായിരിക്കും? കൂടിയിരിക്കും. ഓക്കെ, അപ്പൊ ഊർജം ഏറ്റവും കൂടിയത് അതും വയലറ്റ് ആണ്. ആവൃത്തി ഏറ്റവും കൂടിയ നിറം അതും എന്താണ്? വയലറ്റ് ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ഇനി പ്രാഥമിക വർണ്ണങ്ങൾ, പ്രൈമറി കളേഴ്സ് എന്ന് വെച്ചാല് പച്ച, നീല, ചുവപ്പ് എന്നീ 3 വർണ്ണങ്ങളെ പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നു. RBG എന്ന് ഓർത്തു വെച്ചാൽ മതി, എന്നാൽ പെട്ടെന്ന് കിട്ടും. RBG പ്രാഥമിക വർണ്ണങ്ങൾ, റെഡ്, ബ്ലൂ, ഗ്രീന്. പച്ച, നീല, ചുവപ്പ് എന്നീ 3 വർണ്ണങ്ങളെ പ്രകാശത്തിന്റെ എന്ത് വർണ്ണങ്ങൾ എന്താ പറയാ? കാരണം പ്രൈമറി കളേഴ്സ് ഉണ്ട്, സെക്കൻഡറി കളേഴ്സ് ഉണ്ട്. അതിൽ പ്രൈമറി കളേഴ്സ് ആണ് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറയുന്നത്.
മറ്റ് വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പ്രസ്താവന വരുമ്പോൾ കഴിയും എന്നൊക്കെ തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചേക്കണം. മറ്റു വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് നിർമ്മിക്കാനായിട്ട് പറ്റൂല? പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാനായിട്ട് പറ്റൂല. എന്നാൽ ഇവ ഉപയോഗിച്ച് മറ്റ് വർണ്ണങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇവ ഉപയോഗിച്ച് നമുക്ക് പല വർണ്ണങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ പല വർണ്ണങ്ങൾ ചേർത്ത് നമുക്ക് ഇവ ഉണ്ടാക്കാനായിട്ട് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കൂല. ഇനി പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് തോമസ് യങ് ആണ്. ആരാണ് പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത്? തോമസ് യങ് ആണ്. തോമസ് യങ് ആണ് പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത്. എഴുതി വച്ചേക്കൂ. പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് തോമസ് യങ്. ഓക്കെ. ഇനി ദ്വിതീയ വർണ്ണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം വീതം കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം വീതം കൂടിച്ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പച്ചയും ചുവപ്പും ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? മഞ്ഞ കിട്ടും. പച്ചയും ചുവപ്പും ചേർന്ന് മഞ്ഞ കിട്ടും. അപ്പോൾ പച്ചയും ചുവപ്പും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ ഒരു RBG എന്നുള്ളത് R മുകളിൽ എഴുതാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് താഴെയായിട്ട് B എഴുതുക. അതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് G എഴുതുക. ഓക്കെ. എന്നിട്ട് നോക്കുക ഗ്രീനും റെഡും അങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഗ്രീനും റെഡും ചേർന്ന എന്തുണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു? മഞ്ഞ ഉണ്ടാവും. ആ ഓർഡറിൽ അങ്ങനെ പഠിച്ചു പോകാനാണ്. എന്നാൽ പിന്നെ കൺഫ്യൂഷൻ വരില്ല. മറ്റേ നമ്മൾ ഏതൊക്കെ ചേർന്നിട്ടാണെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ ഇവിടെ ഇപ്പം കണ്ടോ, താഴെ പൂരക വർണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും ചേരുമ്പോൾ വെള്ള നിറം ലഭിച്ചാൽ അവ രണ്ടും പൂരക വർണ്ണമാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് മഞ്ഞ എന്താ ഗ്രീനും റെഡും ചേർന്നിട്ട് മഞ്ഞ. ഇനി റെഡും ബ്ലൂവും ഒന്ന് നോക്കി നോക്കുക. റെഡും ബ്ലൂവും ചേർന്നാൽ എന്ത് കിട്ടും നമുക്ക്? റെഡ്, അതുപോലെ എന്താണ് ബ്ലൂ, മജന്ത അല്ലെ? അതിൽ ഓർഡറിൽ മഞ്ഞ, മജന്ത, സയാൻ എന്നുള്ള ആ ഓർഡറിൽ ഒരു എന്താ പറയാ, ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. RBG ഇങ്ങോട്ട് എഴുതുക, ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് RBG എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഇവിടുന്ന് എന്താ റെഡും ഗ്രീനും ചേർന്ന് മഞ്ഞ, അവിടുന്ന് തുടങ്ങുക. പിന്നെ റെഡും ബ്ലൂവും ചേർന്ന മജന്ത, ബ്ലൂവും ഗ്രീനും ചേർന്നാൽ എന്താണ്? അത് സയാനാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. എന്നാൽ പെട്ടെന്ന് കൺഫ്യൂഷൻ വരൂല. ഓക്കെ. ഞാൻ അധികം പറയുന്നില്ല, അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. ഇനി പൂരകവർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും, പ്രാഥമിക വർണ്ണം ഏതാണെന്ന് നമുക്കറിയാം, RBG അല്ലെ? ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും ചേരുമ്പോൾ വെള്ള നിറം ലഭിച്ചാൽ അവ രണ്ടും പൂരക വർണ്ണങ്ങളാണ്. ഓക്കെ. അപ്പോൾ മഞ്ഞയുടെ പൂരക വർണ്ണം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മഞ്ഞയുടെ പൂരക വർണ്ണം ഏതെന്ന് ചോദിച്ചാൽ അത് നീലയാണ്. ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണവും, ഒരു പ്രാഥമിക വർണ്ണം എടുക്കുക, ഒരു ദ്വിതീയ വർണ്ണം എടുക്കുക. കാരണം എന്താ, ഗ്രീനും റെഡും ചേർന്നതാണ് മഞ്ഞ. ഓക്കെ. ഗ്രീനും റെഡും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? മഞ്ഞ. അതിൽ ചേരാത്ത പ്രാഥമിക വർണ്ണമാണ് ഏതെന്ന് പറയുന്നത്? നീല അല്ലെ? ഓക്കെ. അപ്പൊ മഞ്ഞയുടെ പൂരക വർണ്ണം ചോദിച്ചാൽ ഏതെന്ന് പറയണം നമ്മൾ? നീലയാണെന്ന് പറയണം. ഓക്കെ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രിസത്തിനകത്തുകൂടി മഞ്ഞ പ്രകാശത്തെ കടത്തിവിട്ടാൽ പ്രിസത്തിന് ചുവടെ കാണപ്പെടുന്ന നിറം എന്തെന്ന് ചോദിച്ചാൽ അത് ഏതാണെന്നറിയോ? പ്രിസത്തിനകത്തുകൂടി മഞ്ഞ പ്രകാശത്തെ കടത്തിവിട്ടാൽ പ്രിസത്തിന് ചുവടെ കാണപ്പെടുന്ന നിറം അത് പച്ചയാണ്. ഓക്കെ. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ. അപ്പൊ പൂരക വർണ്ണം അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കളേഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാഥമിക വർണ്ണവും ഒരു ദ്വിതീയ വർണ്ണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഉദാഹരണം ഏതാണ്? എന്താ, മഞ്ഞ എടുത്തിട്ടുണ്ട്. മഞ്ഞ എടുത്താൽ അതിൽ പച്ചയും ചുവപ്പും ഓൾറെഡി ഉണ്ട് അല്ലെ? പിന്നെ ഇല്ലാത്തത് ഏതാണ്? നീല. അപ്പൊ അത് എന്താണ്? മഞ്ഞയുടെ പൂരക വർണ്ണമാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി അടുത്തത് വിസരണം എന്ന് പറയുമ്പോൾ
എന്താണ് പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം എന്ന് പറയുന്നത്. പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനത്തെയാണ് വിസരണം. അപ്പോൾ വിസരണം ഏറ്റവും കൂടിയ നിറം ഏതെന്ന് ചോദിച്ചാൽ അത് വയലറ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വച്ചേക്കുക. വിസരണം ഏറ്റവും കുറഞ്ഞത് ഏതിനായിരിക്കും? ഏതിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ളത്? റെഡിനാണ്. അവിടെ എന്തായിരിക്കും? വിസരണം ഏറ്റവും കുറവാണ്. ഓക്കെ, ഇനി തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഏതിനാണ്? വയലറ്റിനാണ്. വിസരണം ഏറ്റവും കൂടിയ നിറം ഏതാണ്? അത് വയലറ്റ് ആണ്. അത് ഓപ്പോസിറ്റ് ആ ഒരു ഇത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇനി സായാഹ്നങ്ങളിൽ ചക്രവാളം ചുവന്നിരിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ വിസരണാണ്. സായാഹ്നങ്ങളിൽ ചക്രവാളം ചുവന്നിരിക്കാൻ കാരണം എന്താണ്? വിസരണമാണ്. ഓക്കെ, ഇനി ആകാശ നീലിമ, ആഴക്കടൽ നീലിമ എന്നിവയ്ക്ക് കാരണം വിസരണമാണ്. ആകാശ നീലിമ ഇതിനൊക്കെ എന്താ ഇതുണ്ട് കേട്ടോ, എന്താ പറയാ, ഇതിനൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും തന്നിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് ഒരു ക്ലാസ് തന്നെ വേണ്ടി വരും. പിന്നെ ഞാനിതിൽ പറയണമെന്ന് വിചാരിക്കും, പക്ഷെ എല്ലാം കൂടെ ആകുമ്പോൾ ടൈം ഇപ്പോൾ തന്നെ അത് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ 6 പേജ് ആയിട്ടുള്ളൂ. ഇനി 4 പേജ് പഠിക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത്രയും നമ്മുടെ ഇത് വീഡിയോ ലെങ്ത് കൂടി പോകും. അപ്പോൾ ഇത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വിസരണം ഏറ്റവും കുറഞ്ഞ നിറം റെഡ് ആണ്. ഇനി സായാഹ്നങ്ങളിൽ ചക്രവാളം ചുവന്നിരിക്കാൻ കാരണം ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം, വിസരണമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഓർക്കും നമ്മൾ. ഇനി ആകാശ നീലിമ, ആഴക്കടൽ നീലിമ എന്നിവക്ക് കാരണം ഇതും വിസരണമാണ്. ആകാശ നീലിമ വിശദീകരിച്ചത് ലോർഡ് റെയ്ലിയാണ്. അപ്പൊ ആകാശ നീലിമ എന്നുള്ള ആ ഒരു പ്രതിഭാസം വിശദീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ലോർഡ് റെയ്ലിയാണ്. ആഴക്കടൽ നീലിമ വിശദീകരിച്ചത് നമ്മുടെ CV രാമനാണ്. CV രാമനാണ് ആഴക്കടൽ നീലിമ വിശദീകരിച്ചത്. രാമൻ എഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വിസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് കണ്ടെത്തിയത്, രാമൻ എഫക്റ്റ് കണ്ടെത്തിയത് 1928 ഫെബ്രുവരി 28-നാണ്. 1928 കിട്ടിയല്ലോ, ഫെബ്രുവരി 28. ഓക്കെ, പെട്ടെന്ന് കിട്ടും. അപ്പൊ രാമൻ എഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ അപ്പോൾ ശാസ്ത്രദിനം ഇതുമായി ബന്ധപ്പെട്ടാണ് ശാസ്ത്രദിനം ആചരിക്കുന്നത്, ഫെബ്രുവരി 28. 2023 ദേശീയ ശാസ്ത്രദിനത്തിന്റെ തീം ആഗോളക്ഷേമത്തിനുള്ള ആഗോളശാസ്ത്രം എന്നതായിരുന്നു. 2023 ദേശീയ ശാസ്ത്രദിനത്തിന്റെ തീം ആഗോളക്ഷേമത്തിനുള്ള ആഗോളശാസ്ത്രം, ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നുള്ളതാണ്. ആഗോളക്ഷേമത്തിനുള്ള ആഗോള ശാസ്ത്രം എന്നുള്ളത് ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. വിസരണത്തിന്റെ നിരക്കും കണങ്ങളുടെ വലുപ്പവും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കണങ്ങളുടെ വലുപ്പം കൂടുന്തോറും എന്ത് ചെയ്യും? വിസരണവും കൂടുന്നു. മനസ്സിലാക്കി വെച്ചേക്കാം. കണങ്ങളുടെ വലുപ്പം കൂടുന്തോറും എന്ത് ചെയ്യും? വിസരണവും കൂടുന്നു. കണങ്ങളുടെ വലുപ്പം ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടിയാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെയായിരിക്കും. കണങ്ങളുടെ വലുപ്പം ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലാണ് എങ്കിൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇനി ഡിൻഡൽ പ്രഭാവം എന്ന് പറയുമ്പോൾ ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. എന്താണ് ഈ ഡിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്? ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. കൊളോയിഡിലെ കണികകളുടെ വലുപ്പം കൂടുന്തോറും വിസരണ തീവ്രത കൂടുന്നു. കൊളോയിഡിലെ കണികകളുടെ വലിപ്പം കൂടുന്തോറും എന്ത് കൂടും? വിസരണത്തിന്റെ തീവ്രത കൂടും. പ്രകാശത്തിന്റെ സഞ്ചാരപാത അവിടെ ദൃശ്യമാകുന്നുണ്ട്.
ഓക്കെ, ഇതാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരു കൊളോയിഡൽ ദ്രവം അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. കൊളോയിഡിലെ കണികകളുടെ വലിപ്പം കൂടുന്തോറും വിസരണ തീവ്രത കൂടുന്നു. ഇനി എന്താണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്? വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രകാശപാതക്കുണ്ടാകുന്ന വ്യതിയാനം നമ്മുടെ നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിന് കാരണം ചോദിച്ചാൽ അതെന്താണ്? അപവർത്തനമാണ്. ഇനി ജലാശയത്തിന് യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ ആഴം കുറവാണെന്ന് തോന്നുന്നതും എന്തുകൊണ്ടാ? ഈ അപവർത്തനം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം കൊണ്ടാണ്. സൂര്യോദയത്തിന് മുന്നേയും സൂര്യാസ്തമയ ശേഷവും അല്പസമയം സൂര്യനെ കാണാൻ കഴിയുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഓക്കെ, ഇനി എന്താ ഉച്ച സമയത്ത് മഴവില്ല് കാണാൻ കഴിയാത്തതിന് കാരണം പ്രകാശം ലംബമായി പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യൂല? അപവർത്തനം സംഭവിക്കില്ല. ഉച്ച സമയത്ത് എന്താണ്? സൂര്യപ്രകാശം ലംബമായിട്ടാണ് പതിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കൂല? അപവർത്തനം സംഭവിക്കൂല. അതുകൊണ്ട് നമുക്ക് ഉച്ച സമയത്ത് എന്ത് കാണാൻ പറ്റൂല? ഉച്ച സമയത്ത് മഴവില്ല് കാണാൻ കഴിയില്ല. ഇനി വിസരണത്തിന്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, കണങ്ങളുടെ വലിപ്പം കൂടുന്തോറും വിസരണവും കൂടും. കണങ്ങളുടെ വലിപ്പം ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടിയാൽ എല്ലാ വർണ്ണങ്ങൾക്കും എന്താണ്? വിസരണം ഒരുപോലെയായിരിക്കും. കണങ്ങളുടെ വലിപ്പം ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടിയാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെയായിരിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത ലംബത്തിലേക്ക് അടുക്കുന്നു. ശ്രദ്ധിക്കാം, സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും വായു ജലവും എടുക്കുകയാണെങ്കിൽ അതിൽ സാന്ദ്രത കുറവ് ഇതിനാണ്, അത് വായുവിനാണ് അല്ലെ. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും, അതായത് വായുവിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക്, അതായത് ഇപ്പൊ ജലത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത എന്ത് ചെയ്യുകയാണ്? ലംബത്തിലേക്ക് അടുക്കുകയാണ്. കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പറയുമ്പോൾ നമ്മൾ ലംബത്തിലേക്ക് അടുക്കുകയാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ഇവിടെ I കണ്ടല്ലോ, വായുവിനും ലംബത്തിനും ഇടക്കുള്ള ആ കോണളവ്, അതാണ് പതനകോൺ. ഇനി ലംബത്തിനും ഈ എന്തിനെ ജലത്തിലുള്ള കോൺ കണ്ടല്ലോ, ഈ കോണളവാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തന കോൺ എന്ന് പറയുന്നത്. അപ്പം പതനകോൺ I കൊണ്ടും അപവർത്തന കോൺ R കൊണ്ടും സൂചിപ്പിക്കുന്നു. ഇനി സ്നെൽസ് നിയമം, സ്നെൽസ് ലോ, പതന കോണിന്റെയും അപവർത്തന കോണിന്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ദാറ്റ് മീൻസ് sin I by sin R is equal to കോൺസ്റ്റന്റ് ആയിരിക്കും. sin I by sin R എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. സ്ഥിര സംഖ്യ അറിയപ്പെടുന്നതിന് എന്താ അറിയപ്പെടുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്നാണ് സ്ഥിരസംഖ്യ അറിയപ്പെടുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ എന്താണ്? അപവർത്തനാങ്കം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സൂചിപ്പിക്കുന്നതാണ് n എന്നുള്ളത് കൊണ്ട്. ഓക്കെ, n എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇതിനെ അപവർത്തനാങ്കത്തെ n എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറയുന്നു. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ എന്ത് പറയുന്നു? ഒരു മാധ്യമം എടുക്കുകയാണ്, മറ്റൊരു മാധ്യമം, രണ്ട് മാധ്യമം എടുത്താൽ അതിന് ഒന്നിന് മറ്റൊന്നിനോടുള്ള അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആപേക്ഷിക അപവർത്തനാങ്കം അല്ലെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം എന്നാണ് പറയുക. അപ്പൊ ശൂന്യതയെ അപേക്ഷിച്ചാണ് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കം നോക്കുന്നത് എങ്കിൽ അതിനെ കേവല അപവർത്തനാങ്കം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. കേവല അപവർത്തനാങ്കം n is equal to c by v എന്ന് എഴുതാം. നമുക്ക് കേവല അപവർത്തനാങ്കം n is equal to c by v. c എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? പ്രകാശത്തിന്റെ ശൂന്യതയിലെ അല്ലെങ്കിൽ വായുവിലെ വേഗത ബൈ എന്താണ്? പ്രകാശത്തിന്റെ ഏത് മാധ്യമമാണ് എടുക്കുന്നത്? ആ മാധ്യമത്തിലെ വേഗത. അതാണ് c by v എന്ന് പറയുന്നത്. കേവല അപവർത്തനാങ്കം n is equal to c by v. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മോട് ചോദിക്കാണ് എന്താണ്? ഗ്ലാസിന്റെ അപവർത്തനാങ്കം എന്തെന്ന് ചോദിച്ചാൽ n is equal to c by v എന്നുള്ളത് നമുക്കറിയാം.
സി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, പ്രകാശത്തിന്റെ ശൂന്യതയിലെ അലയിലെ വായുവിലെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് അറിയാം. ഇവിടെ എന്താണ്, ഗ്ലാസിന്റെ അപവർത്തനാങ്കം എത്രയാണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, വി എന്താണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ C/V അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ സി എന്ന് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കാം. N is equal to 3 × 10⁸/2 × 10⁸. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ C 3 × 10⁸ മീറ്റർ/സെക്കൻഡും V 2 × 10⁸ മീറ്റർ/സെക്കൻഡും ആണ്. അപ്പോൾ C/V എന്താണ്? 1.5. ഗ്ലാസിന്റെ അപവർത്തനാങ്കം നമുക്ക് എന്ത് കിട്ടും? 1.5 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി പൂർണ്ണ ആന്തരിക പ്രതിപതനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഈ പിക്ചർ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. നോക്കാം നമുക്ക്. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കണം. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് ഇവിടുന്ന് സാന്ദ്രത കൂടിയത് ഏതാണ്? ജലം അല്ലെ. സാന്ദ്രത കുറഞ്ഞത് വായുവാണ്. അപ്പൊ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കണം. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയിരിക്കണം. പതനകോണ് എന്താണ്? ക്രിട്ടിക്കൽ കോണിനേക്കാൾ എന്തായിരിക്കണം? കൂടിയിരിക്കണം. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയിരിക്കണം. പതനകോൺ ക്രിട്ടിക്കൽ കോണിന് തുല്യമാണെങ്കിൽ അപവർത്തന കോണിന്റെ അളവ് 90°. പതനകോണ് ക്രിട്ടിക്കൽ കോണിന് എന്താണ്? തുല്യമാണ് എങ്കിൽ, പതനകോൺ ക്രിട്ടിക്കൽ കോണിന് തുല്യമാണെങ്കിൽ അപവർത്തന കോണിന്റെ അളവ് എന്തായിരിക്കും? 90° ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വച്ചേക്കുക. പതനകോൺ ക്രിട്ടിക്കൽ കോണിന് തുല്യമാണെങ്കിൽ അപവർത്തന കോണിന്റെ അളവ് 90° ആയിരിക്കും. ഇനി ക്രിട്ടിക്കൽ കോണ്, ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 48.6° ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ഗ്ലാസിൻ്റെത് എന്താണ്? 42°, വജ്രം 24°. ക്രിട്ടിക്കൽ കോണുകൾ പഠിച്ചു വെച്ചേക്കുക. ജലം 48.6°, ഗ്ലാസ് 42°, അതുപോലെ വജ്രം 24°. ഗ്ലാസ് എത്രയാണ്? 42°, വജ്രം 24° ആണ്. ഓക്കെ, ജലം 48.6°, 42° ക്രിട്ടിക്കൽ കോൺ ഏതിനാണ്? ഗ്ലാസ്, വജ്രം 24°. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത ലംബത്തിൽ നിന്ന് അകലുന്നു. ഓക്കെ, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ പ്രകാശപാത കണ്ടോ എന്ത് ചെയ്യാണ്? ലംബത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? ലംബത്തിൽ നിന്ന് അകലെയാണ് ചെയ്യുന്നത്. ഇനി വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവമാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തരിക പ്രതിപതനമാണ്. പൂർണ്ണ ആന്തരിക പ്രതിപതനമാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ഇനി ഒപ്റ്റിക്കൽ ഫൈബറിന്റെ തത്വം ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന സാങ്കേതിക വിദ്യ ആദ്യമായി പ്രയോജനപ്പെടുത്തിയ മെഡിക്കൽ രംഗം അത് എൻഡോസ്കോപ്പിയാണ് കേട്ടോ. എൻഡോസ്കോപ്പിയിലാണ്. ഇനി മരീചികക്ക് കാരണമായ പ്രതിഭാസം ചോദിച്ചാലും ഏതാണ്? പൂർണ്ണ ആന്തരിക പ്രതിപതനമാണ്. മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നതും ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ്. അപ്പോൾ ഓരോരോ സന്ദർഭങ്ങളും ഏതൊക്കെ പ്രതിഭാസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അധാര്യ വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശപാത വളയുന്ന പ്രതിഭാസം. അധാര്യ വസ്തുക്കൾ എടുത്താൽ അതിന്റെ വക്കുകളിൽ തട്ടി പ്രകാശപാത വളയുന്ന പ്രതിഭാസം. അപ്പോൾ CD-യുടെ വർണ്ണവലയത്തിന് കാരണം അത് ഡിഫ്രാക്ഷൻ ആണ്. അധാര്യ വസ്തുക്കളുടെ വക്കുകളിൽ തട്ടി പ്രകാശപാത വളയുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. CD-യുടെ വർണ്ണവലയത്തിന് കാരണം ഏതാണ്? ഈ ഡിഫ്രാക്ഷൻ ആണ്. സൂര്യനും ചന്ദ്രനും ചുറ്റുമുള്ള വർണ്ണവലയത്തിന് കാരണം എന്താണ്? ഈ ഡിഫ്രാക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഇന്റർഫറൻസ് അഥവാ വ്യതികരണം, ഈ മലയാളം വേർഡും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഭങ്കനം, ഇന്റർഫറൻസ് വ്യതികരണം. ഓക്കെ, വ്യതികരണം എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ പ്രകാശരശ്മികൾ ഒരു പൊതുബിന്ദുവിൽ കൂടി കടന്നു പോകുമ്പോൾ പരിണിത ഫലത്തിന്റെ അതായത് റിസൾട്ടന്റ് വേവിന്റെ ആയതി കൂടുകയോ കുറയുകയോ ചെയ്യുന്ന പ്രതിഭാസം. ഇത് വിശദീകരിച്ചത് തോമസ് യങ് ആണ്. എന്താണ്? ഒന്നിലേറെ പ്രകാശരശ്മികൾ
ഒരു പൊതുബിന്ദുവിൽ കൂടി കടന്നു പോകുമ്പോൾ പരിണിത ഫലത്തിന്റെ ആയതി കൂടുകയോ കുറയുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. വിശദീകരിച്ച വ്യക്തി തോമസ് യങ് ആണ്. ഇതിന് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. സോപ്പ് കുമിളയുടെ വർണ്ണവലയത്തിന് കാരണം ഈ ഇന്റർഫറൻസ് ആണ്. ഓക്കെ, സോപ്പ് കുമിളയുടെ വർണ്ണവലയത്തിന് കാരണം എന്താണ്? ഇന്റർഫറൻസ് ആണ്. എണ്ണയുടെയോ ഫോസിൽ ഇന്ധനങ്ങളുടെയോ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വർണ്ണവലയത്തിന് കാരണവും എന്താണ്? ഈ പറയുന്ന എന്താണ്? ഇന്റർഫറൻസ് ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഹോട്ട് ടോപ്പിക്സിൽ പ്രകാശം എന്ന ടോപ്പിക്കുമായിട്ട് പഠിക്കാൻ തന്നിട്ടുള്ളത്. പിന്നെ ഇത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. ഇതിലിപ്പോൾ നമ്മൾ സംഭവം കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ഒരു കാരണം കൂടെ വിശദീകരിച്ചാൽ നമുക്ക് ഇതിലേറെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് റാങ്ക് ഫയലിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. നമുക്ക് എന്ത് ചെയ്യാം? റാങ്ക് ഫയൽ വെച്ചിട്ട് ഓരോ പ്രതിഭാസങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കാം. പഠിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന പോലെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. പഠിച്ചതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. സമയം ഇന്ന് ഒരു ദിവസം മുഴുവനായിട്ടുണ്ട്. സമയം 5 മണിക്ക് നമുക്ക് എക്സാം ഇടുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ പോയി എഴുതാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ പഠിച്ചു കഴിയുന്നത് അപ്പോൾ എക്സാം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.